സിസ്റ്റർ, ഞാൻ... സുനിൽ വിഷമിക്കാതെ. നിന്നെ ഞാൻ സംശയിച്ചിട്ടില്ല. ദേവിയുടെ മരണം, നിന്റെ ഒളിച്ചുപോക്ക്, പോലീസിന്റെ തെരച്ചിൽ എല്ലാം അറിയുമ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് സുനിൽ ഒരിക്കലും അത് ചെയ്യില്ല, അവനെ ശിക്ഷിക്കരുതെന്നാണ്. ഇവരുടെ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും ഏക സാക്ഷി ഞാനായിരുന്നു. പിന്നെ ആരാണ് സിസ്റ്റർ അത് ചെയ്തത്? ഞങ്ങൾ 4 പേരുടെയും ജീവിതമാണ് അപകടത്തിലായത്. സിസ്റ്റർക്ക് വല്ലതും അറിയാമോ? ദേവി ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പോകുന്നതിന് മുമ്പ് സിസ്റ്റർ അവളെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഞാനവിടെ പോയിരുന്നു. എത്രയായി? 10 രൂപ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വരൂ, ഇങ്ങോട്ടിരിക്കാം. ദേവി എന്തേ? മുകളിലുണ്ട്. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഇത് ദേവിയുടെ കൈ കൊടുത്തേ. എന്താ ഇത്? മദ്രാസിലെ സ്റ്റെല്ല മേരീസിലെ എന്റെ ഒരു പഴയ കോളീഗുണ്ട്, സിസ്റ്റർ ബെറ്റി. ദേവി നമ്മുടെ കുട്ടിയാ, ഒന്ന് നോക്കിക്കോണെന്ന് പറഞ്ഞൊരു കത്താ. ആ, കൊടുത്തേക്കൂ. ഇത് സ്റ്റെല്ല മേരീസ് കോളേജിൽ സിസ്റ്റർ ബെറ്റിയുടെ കയ്യിൽ കൊടുക്കാനുള്ള കത്താ. വരൂ സിസ്റ്റർ. ദേവി, എന്തിനാ ഡോർ ലോക്ക് ചെയ്യുന്നത്? പറയാം. സിസ്റ്റർ, ഇത് സിസ്റ്ററെ ഏൽപ്പിക്കാനാ ഞാൻ വരാൻ പറഞ്ഞത്. എന്താ ഇത്? എന്റെ ഡയറിയാ. ദേവി, എന്താണിതൊക്കെ? എന്നോടിപ്പോ ഒന്നും ചോദിക്കരുത്. ഞാൻ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പോകുന്ന വഴി ഈ ഡയറി ചിലപ്പോൾ എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? സിസ്റ്റർ ഇത് വെച്ചേക്കണം. ഞാൻ ചോദിക്കുമ്പോൾ തിരിച്ചു തന്നാ മതി. ആ ഡയറി എവിടെ സിസ്റ്റർ? അതിപ്പോ എന്റെ കയ്യിലില്ല. അൺഎക്സ്പെക്റ്റഡ് ആയൊരു മരണം, അത് മദർ കൂടിയാണെങ്കിലോ? ഐ വാസ് റിയലി ഷോക്ക്. അന്നത്തെ ഷോക്കിൽ ഞാനിത് മദറിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. സിസ്റ്റർ, അതെങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ. ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും അതിലുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. നിങ്ങളിവിടെ നിൽക്കൂ, ഞാൻ മദറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഓ, രക്ഷപ്പെട്ടല്ലേ. എന്താ സിസ്ത്രി പറയുന്നത്? ഏതോ പിള്ളേര് വന്ന് ചോദിച്ചെന്ന് വെച്ച് നമ്മൾ ആ ഡയറി കൊടുത്തു വിട്ടാൽ നാളെ ഇതിന്റെ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? ആരിതിനൊക്കെ ഉത്തരം പറയും? ഏതോ പിള്ളേരല്ല, മദറിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ. ആ സുനിലാണത്. അതെ, അവനെയല്ലേ പോലീസ് അന്വേഷിക്കുന്നത്. വേണ്ട സിസ്റ്ററെ, നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരട്ടെ, നമുക്ക് ആ ഡയറി കൊടുത്തേക്കാം. അയ്യോ, പോലീസ്! ഓടിക്കോ! അയ്യോ, എന്താ? ഐ എം മൂർത്തി, DSP ഓഫ് തമിഴ്നാട് പോലീസ്. ദേവിയുടെ മർഡർ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. ദേവിയെ പഠിപ്പിച്ചിരുന്ന, അവളോട് വളരെ അടുപ്പമുണ്ടായിരുന്ന സിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ഗ്ലോറിയ. അവരിവിടെ ഉണ്ടോ? അത് ഞാനാണ്. ഓ, ഐ സി. നിങ്ങളെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. അപ്പൊ ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവരാരാ? അത് എന്നെ കണ്ടപ്പോൾ അവർ ഓടിപ്പോയത് എന്തിനാണ്? ടെൽ മീ, അവരാരാണെന്ന്. നിങ്ങൾ അന്വേഷിക്കുന്നവർ തന്നെ. അവർക്ക് ഇവിടെ എന്ത് കാര്യം? മരിച്ചുപോയ ദേവിയുടെ ഡയറി ഇവിടെയുണ്ട്.
അത് ആവശ്യപ്പെട്ടു വന്നതാണ്. പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല. ദേവിയുടെ ഡയറി എങ്ങനെ ഇവിടെ വന്നു? മദ്രാസിലേക്ക് പോകുന്നതിന് മുമ്പ് സിസ്റ്റർ ഗ്ലോറിയയെ ഏൽപ്പിച്ചതാണ്. ആ ഡയറി ഉടനെ പോലീസിൽ സറണ്ടർ ചെയ്യണം. ചെയ്യാം, പക്ഷെ ഇപ്പോഴല്ല. ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇനി സഭയോടും സഭയുടെ മേലധ്യക്ഷന്മാരോടും ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മദർ പ്ലീസ്. തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നാളെ രാവിലെ വന്നോളൂ. തിരുമേനോട് മറ്റും ആലോചിച്ച് അവരിൽ ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് നാളെ ഡയറി തരാം. മാത്രമല്ല, ദേവിയുടെ ഫാദറിനോട് ഇന്ന് വിളിച്ചു ചോദിക്കേണ്ടതായ ചുമതല ഞങ്ങൾക്കും ഉണ്ട്. ഓക്കെ മദർ, സീ യു ടുമോറോ. നാളെ നേരം വിളിക്കുന്നതുവരെ 2-3 പോലീസുകാർ ഇവിടെ ഡ്യൂട്ടിക്കുന്നു. ഓക്കെ സാർ. അവന്മാർ ഇവിടെ തന്നെ ഉണ്ട്. സാർ. ഹലോ, സിസ്റ്റർ ഗ്ലോറിയ അല്ലേ? അതെ. ഇത് ഞാനാ, ടോണി, സുനിലിന്റെ ഫ്രണ്ട്. പിന്നെ പോലീസുകാരെന്തിനാ അവിടെ വന്ന്? ഡയറിയെ പറ്റി വല്ലതും ചോദിച്ചോ? അത് ആ പിള്ളേരായിരിക്കും അല്ലേ? ഇങ്ങ് വരൂ. ഹലോ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ദേവിയുടെ ഡയറി. അതിനുവേണ്ടിയാണെങ്കിൽ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടണ്ട. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നാളെ തന്നെ ഞങ്ങളത് കൊടുക്കും. ആർക്ക്? പോലീസിന്. എന്ത് പറ്റി? ആ ഡയറി ഇന്ന് തന്നെ നമുക്ക് കിട്ടണം. ഡയറി മദറിന്റെ മുറിയിൽ തന്നെ കാണുമല്ലേ? മുകളിൽ ലൈറ്റുള്ള മുറി മദറിന്റെ. ആ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കേ. പോലീസുകാരുടെ മേലൊരു കണ്ണ് വേണം. എന്ത് സംഭവിച്ചാലും ഡയറിയും കൊണ്ട് ഞാൻ വരൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനാ. സിസ്റ്റർ, ആ ഡയറി എവിടെ?